ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് അവസാന നിമിഷത്തിൽ വന്ന് വീട് നശിപ്പിക്കുന്ന ഒരാൾക്കാരായി മാറിയിട്ടുണ്ട് ഗ്യാസിന്റെ ടീമിൽ. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, വീടൊക്കെ അത്യാവശ്യം നല്ലതിൽ പെയിന്റ് ഒക്കെ അടിച്ച് പുട്ടിക്കിട്ട് സുന്ദരനായി വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു AC വെക്കാൻ തീരുമാനിക്കും. ഗ്യാസിന്റെ ടീം വന്ന് സ്വാഭാവികമായിട്ടും അവരുടെ ഹോൾ ഇടേണ്ടി വരും, ഔട്ട്ഡോർ ഇൻഡോർ യൂണിറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഹോൾ ഇടുന്ന സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടും മണ്ണും ചളിയാവും. അതുപോലെ തന്നെ അവര് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചുമര് തൊടുകയും ആ സ്ഥലത്തൊക്കെ ഒരു വൃത്തികേടാവും ചെയ്യും. അതെല്ലാവരും അനുഭവിച്ച കാര്യം, ഞാനും അനുഭവിച്ച കാര്യമാണ്. എന്തതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യാത്തതുകൊണ്ടാണ്. നമുക്ക് എന്തായാലും AC ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തിയിട്ടുണ്ട് കേരളത്തിലെ സാഹചര്യം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ പ്രീപ്ലാൻ ചെയ്തിട്ട് എവിടേക്കാണ് AC വേണം എന്നുള്ളത് തീരുമാനിക്കുക. അതിന്റെ ഹോളുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും തമ്മിലൊരു ഒരു പൈപ്പ് ഇട്ട് വെച്ചിട്ട് പ്ലാസ്റ്റിക്കിന്റെ സമയത്ത് അതൊക്കെ കറക്റ്റായിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മതി. പിന്നെ അതുപോലെ തന്നെയാണ് വെള്ളത്തിന്റെ ലൈനും പുറത്ത് ഇങ്ങനെ തൂങ്ങിയിട്ട് അവിടെ ഇവിടെ കുറ്റി പോകാതെ കറക്റ്റായിട്ട് അതിന്റെ ഡ്രെയിനേജ് സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഔട്ട്ഡോർ യൂണിറ്റ് ഏറ്റവും നല്ല രീതിയിൽ വീടൊക്കെ പണിയുന്നുണ്ട്, പക്ഷെ എപ്പോഴും ആ വീടിന്റെ മുന്നിലായിരിക്കും ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ടാകുക. ആ വീടിന്റെ ഭംഗി നശിപ്പിക്കുന്നത്. ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇനി നിങ്ങൾ വീട് പണിയുന്ന സമയത്ത് ഇതും ശ്രദ്ധിക്കുക. അപ്പൊ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകളാണ് നമ്മുടെ ചാനലുള്ളത്. നിങ്ങൾ വീട് പണിയുന്ന നിങ്ങൾ സുഹൃത്തിന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുമല്ലോ. താങ്ക് യു.